നമുക്ക് തുടങ്ങാം. അഖിൽ started a business with cash rupees 2 lakh, അതുപോലെ തന്നെ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 10 ലക്ഷം രൂപ, വെഹിക്കിളും കൂടെ കൊണ്ടുവന്നു റുപ്പീസ് 8 lakh, പ്രൊഡക്ഷന് വേണ്ടി മിഷനറിയും കൂടെ കൊണ്ടുവന്നു റുപ്പീസ് 5 lakh. അപ്പോൾ അഖിലെന്ന് പറയുന്ന ഒരു വ്യക്തി ബിസിനസ് തുടങ്ങുന്നതിനായിട്ട് ക്യാഷായിട്ട് 2 ലക്ഷം രൂപ, ലാൻഡ് ആൻഡ് ബിൽഡിങ് അതിൻ്റെ വർത്ത് അല്ലെങ്കിൽ അതിൻ്റെ വില എന്ന് പറയുന്നത് 10 ലക്ഷം രൂപയാണ്. അതുപോലെ തന്നെ വെഹിക്കിളും കൂടെ കൊണ്ടുവന്നു 8 ലക്ഷം രൂപയ്ക്ക്, പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള മിഷനറിയും കൊണ്ടുവന്നു 5 ലക്ഷം രൂപയ്ക്ക്. അപ്പോൾ ഇതിൽ ആലീസ് പ്രകാരം ഏതാണ് അസറ്റ്, ഏതാണ് ലയബിലിറ്റി, ഏതാണ് ക്യാപിറ്റൽ, ഇതിൽ ഇൻകം ഉണ്ടോ, എക്സ്പെൻഡിച്ചർ ഉണ്ടോ എന്നൊക്കെ നമ്മൾ അറിയണം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ ക്യാഷാണ് അദ്ദേഹം ആദ്യം കൊണ്ടുവന്നത്. അപ്പോൾ നമ്മൾ ക്യാഷ് എടുക്കാം. ക്യാഷ് എന്ന് പറയുന്നത് ഒരു അക്കൗണ്ടും കൂടിയാണ്, അതായത് ഒരു ലെഡ്ജർ അക്കൗണ്ടും കൂടിയാണ്. അതുകൊണ്ട് നമുക്ക് ക്യാഷ് അക്കൗണ്ട് എന്ന് കൊടുക്കാം. ക്യാഷ് കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് കൊണ്ടുവന്നു. ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന് നമുക്ക് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്ന് തന്നെ കൊടുക്കാം. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അക്കൗണ്ട്. അത് കഴിഞ്ഞ് വെഹിക്കിളാണ് വന്നത്, വെഹിക്കിൾ അക്കൗണ്ട്. അത് കഴിഞ്ഞ് പ്രൊഡക്ഷന് മിഷനറിയും കൂടെ കൊണ്ടുവന്നു, മിഷനറി അക്കൗണ്ട്. അപ്പോൾ ഇത്രയും അക്കൗണ്ടുകൾ ഈ ഒരു ട്രാൻസാക്ഷനിൽ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആലീസ് പ്രകാരം ഇത് അസറ്റ് ഏതാണ്, ലയബിലിറ്റി ഏതാണ്, ക്യാപിറ്റൽ ഏതാണെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ക്യാഷ്, ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ക്യാഷ് എന്ന് പറയുന്നത് ഒരു അസറ്റാണ്. അടുത്തത് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആണ്, അതും അസറ്റാണ്. ഒരു നീണ്ട കാല യൂസിന് വേണ്ടിയാണ് നമ്മൾ ലാൻഡും ബിൽഡിങ്ങും ഒക്കെ യൂസ് ചെയ്യുന്നത്. അടുത്തത് വെഹിക്കിളാണ്. വെഹിക്കിൾ എന്ന് പറയുന്നത് ഒരു അസറ്റാണ്, ഒരു ദീർഘകാലത്തിലേക്ക് യൂസ് ചെയ്യുന്നു, നമുക്ക് കാണാനും തൊടാനും പറ്റുന്ന ഒരു വസ്തു കൂടെയാണ്. അതുപോലെ തന്നെ മിഷനറി, വെഹിക്കിളിൻ്റെ പോലെ തന്നെയാണ് മിഷനറിയും, അത് അസറ്റിൻ്റെ ക്ലാസ്സിലാണ് വരുന്നത്. കാണാനും തൊടാനും പറ്റുന്നു, നീണ്ടകാല യൂസിനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ നമ്മൾ എടുക്കാതെ പോയ ഒരു കാര്യം കൂടെയുണ്ട്. എന്താണ്? അതിൽ ബിസിനസ് ഓണറാണ്. ബിസിനസ് ഓണർ ഇത്രയും രൂപ വർത്തായിട്ടുള്ള ക്യാഷും മറ്റ് സാമഗ്രികളും ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. നമുക്കറിയാം ബിസിനസ്സും ഓണറും രണ്ടും സെപ്പറേറ്റ് വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇത്രയും കാര്യങ്ങൾ അഖിലിനെ സംബന്ധിച്ചിടത്തോളം അഖിലിൻ്റെ ക്യാപിറ്റലാണ്. ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ആലീസിൽ ക്യാപിറ്റൽ എന്ന് പറയുന്ന ക്ലാസ്സിലുണ്ട്, ക്ലാസ്സിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ട്രാൻസാക്ഷനിലേക്ക് കടക്കാം. 10,000 രൂപയ്ക്ക് ഗുഡ്സ് അല്ലെങ്കിൽ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്തു. അപ്പോൾ ഇവിടെ 2 അക്കൗണ്ടാണ് ഓപ്പൺ ആയിട്ട് വരാനായിട്ട് പോകുന്നത്. ഒന്ന് പർച്ചേസസ് അക്കൗണ്ടാണ്. അതുപോലെ നമ്മൾ ക്യാഷ് കൊടുത്താണ് വാങ്ങിയത്, അതുകൊണ്ട് തന്നെ ക്യാഷ് അക്കൗണ്ടും വരും. ഇവിടെ പർച്ചേസ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ആണ്. ആലീസിന്റെ ക്ലാസിഫിക്കേഷനിൽ എക്സ്പെൻസിലാണ് വരുന്നത്. അതിന് കാരണം നമ്മൾ ഈ പർച്ചേസ് എന്ന് പറയുന്നത് ഗുഡ്സ് ആണ് പർച്ചേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ റോ മെറ്റീരിയൽ ആണ് പർച്ചേസ് ചെയ്യുന്നത്. ഈ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നത് പ്രൊഡക്ഷന് വേണ്ടിയാണ്. അപ്പോൾ പ്രൊഡക്ഷന് വേണ്ടി എന്ന് പറയുമ്പോൾ അത് നമുക്കൊരു എക്സ്പെൻസ് ആയിരിക്കും, എക്സ്പെൻസ് ആയിട്ട് അതിനെ കാണുന്നു. ഇവിടെ ക്യാഷ് എപ്പോഴും അസറ്റ് തന്നെയായിരിക്കും, അസറ്റ്. അതേസമയം നമ്മൾ മൂന്നാമത്തെ ട്രാൻസാക്ഷനിൽ പർച്ചേസിന് എക്യുപ്മെന്റ്സ് ₹5,000 നമ്മൾ പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ബിസിനസ് നടന്നു പോകാനായിട്ട് നമ്മൾ എക്യുപ്മെൻറ്റ്സ് പർച്ചേസ് ചെയ്തു. ഇവിടെ എക്യുപ്മെൻറ്റ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ എക്യുപ്മെൻറ്റ്സ് അക്കൗണ്ട് ഓപ്പൺ ആക്കുന്നു. എക്യുപ്മെൻറ്റ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ്റെ ഭാഗമാണ്,
പക്ഷേ ഒരു നീണ്ടകാല യൂസിനാണ് പോകുന്നത്. അപ്പോൾ ആലീസിൻ്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ഇതൊരു അസറ്റാണ്, അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ എക്യുപ്മെൻറ്റ്സ് എന്ന് പറയുന്നത് അസറ്റ് എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷനിൽ പോകും. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ക്യാഷ് കൊടുത്താണ് വാങ്ങിയത്, അതുകൊണ്ട് ക്യാഷ് അക്കൗണ്ട് വരുന്നു. ക്യാഷ് അക്കൗണ്ട് ഒരു അസറ്റാണ്. നാലാമതായിട്ട് ബിസിനസ്സിന് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ കമ്മീഷൻ അല്ലെങ്കിൽ റെന്റ് ഇങ്ങോട്ട് ലഭിക്കുകയാണ്. അപ്പം നമുക്ക് റെന്റ് എടുക്കാം. റെന്റ് റിസീവ്ഡ് ₹5,000, 5,000 രൂപയുടെ റെന്റ് നമുക്ക് കിട്ടി, ബിസിനസ്സിലേക്ക് വന്നു. അപ്പോൾ ഇവിടെ ഓപ്പൺ ആവുന്ന 2 അക്കൗണ്ട് എന്ന് പറയുന്നത്, ഒന്ന് റെന്റ് അക്കൗണ്ട് ആണ്, 2 ക്യാഷ് ആയിട്ടാണ് കിട്ടുന്നത്, അതുകൊണ്ട് ക്യാഷ് അക്കൗണ്ട്. റെന്റ് നമുക്ക് ബിസിനസ്സിലേക്ക്, റെന്റ് എന്ന് പറയുന്നത് ബിസിനസ്സിലേക്ക് വരികയാണ്. അപ്പോൾ അത് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻകമാണ്. ക്യാഷ് പഴയതുപോലെ തന്നെ ഒരു അസറ്റ് ആണ്. അഞ്ചാമതായിട്ട് നമ്മൾ ഗുഡ്സ് വീണ്ടും പർച്ചേസ് ചെയ്യാണ്. ഗുഡ്സ് ഫ്രം അരുൺ ₹8,000 രൂപ വിലയുള്ള ഗുഡ്സ് അരുണിന്റെ കയ്യിൽ നിന്നും നമ്മൾ വാങ്ങി. എന്തിനാണ്? കടത്തിനാണ് വാങ്ങിയിരിക്കുന്നത്. ഇവിടെ അരുൺ എടുത്തു പറയുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അത് കടത്തിനായിരിക്കും, ക്രെഡിറ്റിനാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓപ്പൺ ആവുന്ന 2 അക്കൗണ്ട്, ഒന്ന് പർച്ചേസ് അക്കൗണ്ടാണ്, 2 നേരത്തെ നമ്മൾ ക്യാഷ് അക്കൗണ്ടാണ് ഓപ്പൺ ചെയ്തത്. ഇവിടെ നമ്മൾ കടത്തിനായതുകൊണ്ട് നമ്മൾ പൈസ കൊടുക്കാനുണ്ട്. അപ്പോൾ ഇദ്ദേഹം നമ്മുടെ എന്തായി നമുക്ക് നോക്കാം. അരുൺ, രണ്ടാമത് വരുന്നത് അരുൺ അക്കൗണ്ടാണ്. പർച്ചേസ് എപ്പോഴും എക്സ്പെൻസ് ആണ്, കാരണം ഗുഡ്സ് ആണ് പർച്ചേസ് ചെയ്യുന്നത്, അതുകൊണ്ട് എക്സ്പെൻസ് ആയി. അരുൺ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ക്യാഷ് നമ്മൾ പർച്ചേസ് ചെയ്തതിൻ്റെ പൈസ അരുണിന് കൊടുക്കാനുണ്ടെന്ന് പറയുമ്പോൾ അരുൺ ബിസിനസ്സിൻ്റെ ഒരു ലയബിലിറ്റി ആയിട്ട് മാറിയിട്ടുണ്ട്. സെയിൽസ് നോക്കാം. സോൾഡ് ഗുഡ്സ് ₹12,000, 12,000 രൂപയ്ക്ക് ഒരു സെയില് നടന്നു. ഇവിടെ ഓപ്പൺ ആവുന്ന അക്കൗണ്ട് ഒന്ന് ക്യാഷ് ആണ്, കാരണം ക്യാഷ് നമുക്ക് കിട്ടി, അല്ലെങ്കിൽ ക്യാഷിനാണ് സെയിൽ നടത്തിയത്, ക്യാഷ് അക്കൗണ്ട്. രണ്ടാമത് സെയിൽസ് അക്കൗണ്ടാണ്, സെയിൽസ് നടന്നിട്ടുണ്ട്, അതുകൊണ്ട് സെയിൽസ് അക്കൗണ്ട്. ക്യാഷ് നമുക്ക് എപ്പോഴും അസറ്റ് ആയിരിക്കും. സെയിൽസ് എന്ന് പറയുന്നത് ബിസിനസ്സിന് ഇൻകമാണ്. നമ്മുടെ പ്രൊഡക്ഷൻ കഴിഞ്ഞ് നമ്മൾ സാധനം വിറ്റുമ്പോൾ അതൊരു ഇൻകമാണ്, ബിസിനസ്സിലേക്ക് ക്യാഷ് വരുന്നു, അതുകൊണ്ട് തന്നെ ആലീസിൽ ഇൻകത്തിലാണ് വരുന്നത്. ഇൻകം. ഇതേ സെയിൽസ് സോൾഡ് ഗുഡ്സ് ₹8,000 ടു കമലിന് 8,000 രൂപയുടെ ഗുഡ്സ് വിറ്റു. ഇതെന്ത് ക്യാഷ് കിട്ടിയോ? ഇല്ല. അപ്പോൾ ഇതൊരു ക്രെഡിറ്റ് സെയിൽസ് ആണ് വരുന്നത്. അപ്പോൾ നേരത്തെ പോലെ തന്നെ ഇവിടെ സെയിൽസ് നടന്നിട്ടുണ്ട്, അപ്പോൾ സെയിൽസ് അക്കൗണ്ട് ഓപ്പൺ ആവും. സെയിൽസ് അക്കൗണ്ട് നേരത്തെ ട്രാൻസാക്ഷനിൽ ക്യാഷ് കിട്ടിയതുകൊണ്ട് നമ്മൾ ക്യാഷ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. ഇവിടെ ക്യാഷ് കിട്ടിയിട്ടില്ല, പകരം അമൽ നമുക്ക് ക്യാഷ് തരാനുണ്ട്, അല്ലേ? ക്യാഷ് തരാനുണ്ടെങ്കിൽ കമലിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ആവും. ക്യാഷ് കമല് ബിസിനസ്സിലേക്ക് തരാനുണ്ട്. അപ്പോൾ സെയിൽസ് നമ്മൾ നേരത്തെ കണ്ടു ഒരു ഇൻകമാണ്. കമലെന്ന് പറയുന്ന ആള് ബിസിനസ്സിലേക്ക് പൈസ തരാനുള്ളതാണ്. അപ്പോൾ കമല് ആലീസ് പ്രകാരം അസറ്റിന്റെ കാറ്റഗറിയിലാണ് വരുന്നത്. അസറ്റ്. നമ്മുടെ ഈ ബിസിനസ്സിലേക്ക് നേരത്തെ അഖിലാണ് ബിസിനസ് തുടങ്ങിയത്. അപ്പം അഖിൽ ഒരാളെയും കൂടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന് ഒരു പാർട്ട്ണറെയും കൂടെ കൊണ്ടുവരികയാണ്. അപ്പം പേര് അശോക് എന്നായിക്കോട്ടെ. അശോക് ഇൻവെസ്റ്റഡ് ₹10 lakh by check into SBI bank account of business. ഇത്ര ആവശ്യമില്ല, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു തരാം. അശോക് എന്ന് പറയുന്ന ആള് 10 ലക്ഷം രൂപ ബിസിനസ്സിന്റെ SBIയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിച്ചു.
അപ്പോൾ അശോക് ഇവിടെ പാർട്ട്ണറാണ്. അപ്പോൾ അശോകിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ആക്കണം. അശോക് ആരാണ്? അപ്പോൾ അശോകിനെ സംബന്ധിച്ചിടത്തോളം അശോകിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, അതായത് ക്യാപിറ്റലാണ്. അശോക് ക്യാപിറ്റൽ അക്കൗണ്ട് ഇവിടെ ഓപ്പൺ ആയി. ഇവിടെ ബിസിനസ്സിൻ്റെ SBIയുടെ ബാങ്ക് അക്കൗണ്ടിലാണ് ഈ 10 ലക്ഷം രൂപ അദ്ദേഹം നിക്ഷേപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ SBI ബാങ്ക് അക്കൗണ്ടാണ് രണ്ടാമത് ഓപ്പൺ ആവുന്നത്. അശോക് ക്യാപിറ്റൽ ആലീസ് പ്രകാരം ഒരു ക്യാപിറ്റലാണ്, ക്യാപിറ്റലിൻ്റെ അണ്ടറിൽ വരും. SBI ബാങ്ക് അക്കൗണ്ട് ആലീസ് പ്രകാരം ബിസിനസ്സിന് ഒരു അസറ്റാണ്. ബിസിനസ് അസറ്റാണ്. ബൈ ചെക്ക്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഒരു എക്സാമ്പിളും കൂടെ എടുക്കാം. ഒരു കമ്മീഷൻ കിട്ടി. കമ്മീഷൻ ₹2000 രൂപയ്ക്ക് കമ്മീഷൻ ബിസിനസ്സിലേക്ക് വന്നു. കമ്മീഷൻ കിട്ടിയതാണ്, ബിസിനസ്സിലേക്ക് വന്നതാണ്. അപ്പോൾ ഇവിടെ ഓപ്പൺ ആവുന്ന 2 അക്കൗണ്ട്, ഒന്ന് കമ്മീഷൻ അക്കൗണ്ടാണ്, 2 ക്യാഷ് ആയിട്ടാണ് കിട്ടിയത്, ക്യാഷ് അക്കൗണ്ട്. കമ്മീഷൻ ഇങ്ങോട്ട് കിട്ടിയതായതുകൊണ്ട് ആലീസ് പ്രകാരം ഇൻകമാണ്. ക്യാഷ് എന്ന് പറയുന്നതും ഒരു അസറ്റാണ്. അപ്പോൾ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ ആ ട്രാൻസാക്ഷനിൽ വരുന്ന 2 അക്കൗണ്ടും ആ 2 അക്കൗണ്ടുകളും ഏതിൻ്റെ കാറ്റഗറിയിലാണ് വരുന്നത്, നമ്മുടെ ആലീസ് പ്രകാരം എന്തിൻ്റെ അണ്ടറിലാണ് വരുന്നതെന്നാണ് നമ്മൾ ഇത്രയും നേരം കണ്ടത്. ഇനി നമുക്ക് ഇതിനെ ഡെബിറ്റ് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം അല്ലേ? അതിനു മുന്നേ ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ ഓരോ അക്കൗണ്ടും ഉണ്ടാവുന്ന മാറ്റം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അഖിൽ ഇൻവെസ്റ്റഡ് ₹8 lakh ഇൻടു ബിസിനസ്. ഓപ്പൺ ആവുന്ന അക്കൗണ്ട് എന്ന് പറയുന്നത് ഒന്ന് അഖിൽ അക്കൗണ്ടാണ്, അഖിൽ അക്കൗണ്ട് അല്ല, അഖിൽ ക്യാപിറ്റൽ അക്കൗണ്ടാണ്. അക്കൗണ്ടും അതുപോലെ തന്നെ ക്യാഷ് ആയിട്ടാണ് വന്നത്, ക്യാഷ് അക്കൗണ്ട്. ഇവിടെ നമുക്കറിയാം അഖിലിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്യാപിറ്റലിൻ്റെ അണ്ടറിൽ വരുന്നു, ക്യാഷ് എന്ന് പറയുന്നത് അസറ്റ് അക്കൗണ്ടിൽ വരുന്നു. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൂടുക കുറയുക. ഇപ്പം നമ്മുടെ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒന്ന് കൂട്ടുക കുറയ്ക്കുക, ഇതാണ് അക്കൗണ്ടിങ്ങിൻ്റെ മെയിൻ കാര്യം. അത് മനസ്സിലാക്കി അതിനെ ഡെബിറ്റ് ചെയ്യുന്നു, ക്രെഡിറ്റ് ചെയ്യുന്നു, ഇത്രയാണ് കാര്യങ്ങൾ. അപ്പോൾ ഏത് അക്കൗണ്ടാണ് കൂടുന്നത്, ഏത് അക്കൗണ്ടാണ് കുറയുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അഖിൽസ് ക്യാപിറ്റൽ അക്കൗണ്ട്, അതിൻ്റെ ക്യാപിറ്റൽ ഇവിടെ കൂടുകയാണ് അല്ലേ? അപ്പോൾ ഇൻക്രീസ്. ക്യാഷ് അക്കൗണ്ട്, ക്യാഷ് വന്നു, ക്യാഷ് ഒരു അസറ്റാണ്, ബിസിനസ്സിന് അസറ്റ് എന്ന് പറയുന്നത് കൂടി, ഇൻക്രീസ്. ഇനി ഇതേ 5 ലക്ഷം രൂപ ബാങ്ക് വഴിയാണ്, നമുക്ക് 5 ലക്ഷം രൂപ ബാങ്കിലാണ് ഇദ്ദേഹം നിക്ഷേപിച്ചതെന്ന് വിചാരിക്കാം. 5 ലക്ഷം രൂപ ബാങ്കിലാണ് നിക്ഷേപിച്ചിരുന്നത്. അഖിലിൻ്റെ ക്യാപിറ്റൽ, അഖിൽസ് ക്യാപിറ്റൽ വരും, അഖിൽസ് ക്യാപിറ്റൽ അക്കൗണ്ട്. അതുപോലെ തന്നെ ബാങ്കിലാണ് നിക്ഷേപിക്കുന്നത്, ബാങ്ക് അക്കൗണ്ട്. നമ്മൾ കണ്ടു അഖിൽസ് ക്യാപിറ്റലിൻ്റെ കാറ്റഗറിയിലാണ് വരുന്നത്. ബാങ്ക് അക്കൗണ്ട് ഒരു അസറ്റാണ്. ഇവിടെ ക്യാപിറ്റൽ കൂടി, ഇൻക്രീസ്. ബാങ്ക് അക്കൗണ്ട് ബിസിനസ്സിന് ഇൻകം അല്ലെങ്കിൽ അസറ്റ് കൂടി, ഇതും ഇൻക്രീസ് ആണ്. ഇനി ഇത്രയും ഒരു 10 ലക്ഷം രൂപ നമുക്കിപ്പോൾ ക്യാപിറ്റൽ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ കയ്യിൽ ക്യാഷ് ആയിട്ട്, ബാങ്കിലും ക്യാഷും ആയിട്ട് 10 ലക്ഷം രൂപയുണ്ട്. ഈ 10 ലക്ഷം രൂപയ്ക്ക് 2 ലക്ഷം രൂപ പർച്ചേസ് നടത്തി, മിഷനറി പർച്ചേസ് ചെയ്തു. 2 ലക്ഷം രൂപയ്ക്ക് മിഷനറി പർച്ചേസ് ചെയ്തു. അപ്പോൾ ഓപ്പൺ ആവുന്ന അക്കൗണ്ട് മിഷനറി അക്കൗണ്ട്, അതുപോലെ തന്നെ ക്യാഷ് കൊടുത്താണ് പർച്ചേസ് ചെയ്തത്, ക്യാഷ് അക്കൗണ്ട്. മിഷനറി ഒരു അസറ്റാണ്, ക്യാഷും ഒരു അസറ്റാണ്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് മിഷനറി ബിസിനസ്സിലേക്ക് വന്നു, അതുകൊണ്ട് തന്നെ അസറ്റ് കൂടി, ഇൻക്രീസ്.
ഇൻക്രീസ്. ക്യാഷ് കൊടുത്താണ് മെഷീനറി വാങ്ങിയത്. അപ്പോൾ ക്യാഷ് കൊടുത്ത് വാങ്ങുമ്പോൾ ബിസിനസ്സിൻ്റെ കയ്യിൽ നിന്നും ക്യാഷ് പോയി. അപ്പോൾ ക്യാഷ് ഇവിടെ അസറ്റാണ്, അസറ്റ് കുറഞ്ഞു, ഡിക്രീസ്. ഇങ്ങനെയാണ് നമ്മൾ അക്കൗണ്ടുകൾ ആദ്യം മനസ്സിലാക്കണം. എന്ത് അക്കൗണ്ടാണ് വരുന്നത്, ആ അക്കൗണ്ടിന് വന്ന മാറ്റങ്ങൾ മനസ്സിലാക്കണം. അതാണ് നമ്മളിവിടെ കണ്ടത്. നമുക്ക് അടുത്ത ട്രാൻസാക്ഷനിലേക്ക് പോകാം. ഗുഡ്സ് പർച്ചേസ്ഡ് ₹5,000. 5000 രൂപയ്ക്ക് ഗുഡ്സ് പർച്ചേസ് ചെയ്തു ബൈ ബാങ്ക്. ബാങ്ക് വഴിയാണ് നമ്മൾ പർച്ചേസ് നടത്തിയത്. ബിസിനസ് ബാങ്ക് വഴിയാണ് പർച്ചേസ് നടത്തിയത്. അങ്ങനെയാണെങ്കിൽ വരുന്ന രണ്ട് അക്കൗണ്ട്, ഒന്ന് പർച്ചേസ് അക്കൗണ്ട്, രണ്ട് ബാങ്ക് വഴിയാണ്, അതുകൊണ്ട് തന്നെ ബാങ്ക് അക്കൗണ്ട്. പർച്ചേസ് ഗുഡ്സ് ആണ് പർച്ചേസ് ചെയ്തേക്കുന്നത്, ഗുഡ്സ് ആണ് പർച്ചേസ് ചെയ്തേക്കുന്നത്, അതുകൊണ്ട് തന്നെ ഒരു എക്സ്പെൻസ് ആണ്. ബാങ്ക് ബിസിനസ്സിനൊരു അസറ്റാണ്. ഇവിടെ നമുക്ക് നോക്കാം. പർച്ചേസ് എക്സ്പെൻസ് ആണ്, ഇവിടെ ഗുഡ്സ് പർച്ചേസ് ചെയ്തു, അപ്പോൾ എക്സ്പെൻസ് കൂടി, ഇൻക്രീസ്. ബാങ്കിൽ നിന്നാണ് ക്യാഷ് പോയിരിക്കുന്നത്, അപ്പോൾ അസറ്റ് കുറഞ്ഞു. കുറയുമ്പോൾ ഡിക്രീസ്. ഇതുപോലെ തന്നെ അഞ്ചാമത് നമ്മുടെ വർക്കേഴ്സിന് വേജസ് പേ ചെയ്തു. വേജസ് പെയ്ഡ് ബൈ ക്യാഷ് ₹10,000. 10,000 രൂപയ്ക്ക് വേജസ് പേ ചെയ്തു. അപ്പോൾ ഇവിടെ ഓപ്പൺ ആവുന്ന രണ്ട് അക്കൗണ്ട്, ഒന്ന് വേജസ് അക്കൗണ്ടാണ്, രണ്ട് ക്യാഷ് അക്കൗണ്ടാണ്. ക്യാഷ് വഴിയാണ്, ക്യാഷ് ആയിട്ടാണ് നമ്മൾ വേജസ് കൊടുത്തത്. വേജസ് അക്കൗണ്ട് ഒരു എക്സ്പെൻസ് ആണ് അല്ലേ, നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയാണ്, അതുകൊണ്ട് തന്നെ എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് ആണ്. ക്യാഷ് എന്ന് പറയുന്നത് ഒരു അസറ്റ് ആണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്, വേജസ് ഒരു എക്സ്പെൻസ് ആണ്, എക്സ്പെൻസ് കൂടി. എക്സ്പെൻസ് കൂടുമ്പോൾ ഇൻക്രീസ്. ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കുറഞ്ഞു, ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോയതുകൊണ്ട് കുറഞ്ഞു, ഡിക്രീസ്. അപ്പോൾ ഇങ്ങനെയാണ് ട്രാൻസാക്ഷൻ പോകുന്നത്. ഇത് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ഡെബിറ്റും ക്രെഡിറ്റിലേക്കും കടക്കാം. അപ്പോൾ നമ്മുടെ ഒരു പേയ്മെൻറ്റ് അല്ലെങ്കിൽ എക്സ്പെൻസിൻ്റെ ഒരു ഭാഗം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ഇൻകം സൈഡിലേക്കാണ് പോകുന്നത്. അടുത്ത ട്രാൻസാക്ഷൻ കമ്മീഷൻ റിസീവ്. 2000 രൂപയ്ക്ക് കമ്മീഷൻ കിട്ടി, ബിസിനസ്സിലേക്ക് കിട്ടി. ആദ്യം ഓപ്പൺ ആവുന്ന അക്കൗണ്ട് കമ്മീഷൻ അക്കൗണ്ട്. കമ്മീഷൻ അക്കൗണ്ട് അല്ലെങ്കിൽ കമ്മീഷൻ റിസീവ്ഡ് അക്കൗണ്ടും ക്യാഷ് ആയിട്ടാണ് കിട്ടിയത്, ക്യാഷ് അക്കൗണ്ട്. കമ്മീഷൻ എന്ന് പറയുന്നത് ബിസിനസ്സിലേക്ക് വരികയാണ്, അതുകൊണ്ട് തന്നെ അതൊരു ഇൻകമാണ്. ക്യാഷ് എന്ന് പറയുന്നത് ഒരു അസറ്റാണ്. അപ്പോൾ ഇൻകം എന്താ ഇവിടെ സംഭവിച്ചത്, കൂടി, ഇൻക്രീസ്. ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കുറഞ്ഞു, ഡിക്രീസ്. അപ്പോൾ ഇൻകം കഴിഞ്ഞു. ഇനി നമ്മുടെ അഖിലെന്ന് പറയുന്ന പാർട്ട്ണർ കുറച്ച് ക്യാഷ് വിഡ്രോ ചെയ്തു. അഖിൽ വിഡ്രോഡ് ₹10,000 ബൈ ക്യാഷ്. ക്യാഷ് ആയിട്ട് അഖിൽ 10,000 രൂപ വിഡ്രോ ചെയ്തു ബിസിനസ്സിൽ നിന്ന്. ക്യാപിറ്റലിൽ നിന്ന് ഇവിടെ മാറ്റം സംഭവിക്കുന്ന രണ്ട് അക്കൗണ്ട് എന്ന് പറയുന്നത്, ഒന്ന് അഖിൽസ് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്, രണ്ട് ക്യാഷ് അക്കൗണ്ട് ആണ്. ഇവിടെ നമുക്കറിയാം അഖിൽസ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ക്യാപിറ്റൽ അക്കൗണ്ട്, ക്യാപിറ്റൽ എന്ന് പറയുന്ന സെക്ഷനിൽ വരും, ക്യാപിറ്റൽ എന്ന് പറയുന്ന ടൈപ്പിൽ വരും. ക്യാഷ് ഒരു അസറ്റ് ആണ്. അപ്പോൾ ക്യാപിറ്റൽ എന്താ സംഭവിച്ചിട്ടോ, നേരത്തെ അഖിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ കൂടുകയാണ്. ഇവിടെ ആ ക്യാപിറ്റലിൽ നിന്നും കുറച്ച് എമൗണ്ട് അഖിൽ എടുത്തുകൊണ്ട് പോയി അല്ലെങ്കിൽ വിഡ്രോ ചെയ്തു. അപ്പോൾ ക്യാപിറ്റൽ ഇവിടെ കുറയും, ഡിക്രീസ് ചെയ്യുന്നു. ക്യാഷ് എന്ന് പറയുന്ന അസറ്റും
ഇവിടെ കുറയാണ്, അതിൽ 10,000 രൂപ കൊണ്ടുപോയി. ഇതും ഡിക്രീസ് ആണ്, ഡിക്രീസ് ആയിട്ട് വന്നിരിക്കുന്നു. ഇനി അടുത്ത ട്രാൻസാക്ഷൻ, പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം അരുൺ ₹10,000. 10,000 രൂപയ്ക്ക് അരുണിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ പർച്ചേസസ്, അതായത് പർച്ചേസ് എന്ന് പറഞ്ഞാൽ ഗുഡ്സ് ആണ്, ഗുഡ്സ് പർച്ചേസ് ചെയ്തു. ഓപ്പൺ ആവുന്ന അക്കൗണ്ടുകൾ, ഒന്ന് പർച്ചേസ് അക്കൗണ്ട്, 2 അരുൺ എന്ന് പറയുന്ന അക്കൗണ്ട്. ഇവിടെ പർച്ചേസ് ഒരു എക്സ്പെൻസ് ആണ്, അരുൺ എന്ന് പറയുന്ന ആള് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ലയബിലിറ്റി ആണ്. ബിസിനസ് അരുണിന് പൈസ കൊടുക്കാനുണ്ട്, അതുകൊണ്ട് ബിസിനസ് ലയബിലിറ്റി, അതുകൊണ്ട് തന്നെ അരുൺ അക്കൗണ്ട് ലയബിലിറ്റി ആണ്. ഇവിടെ നമുക്ക് നോക്കാം, പർച്ചേസ് എക്സ്പെൻസ് ആണ്, നമ്മൾ പർച്ചേസ് നടത്തി, എക്സ്പെൻസ് കൂടി, ഇൻക്രീസ്. അതുപോലെ തന്നെ അരുണിന് പൈസ കൊടുക്കാനുണ്ട്, ലയബിലിറ്റി ആണ്, ലയബിലിറ്റി കൂടി, ഇൻക്രീസ്. ഇനി സെയിൽസ് നടന്നു, സെയിൽസ് ഓഫ് ₹12,000 ബൈ ക്യാഷ്. ക്യാഷിന് സെയിൽസ് നടന്നു. ഓപ്പൺ ആവുന്ന അക്കൗണ്ട്, ഒന്ന് ക്യാഷ് അക്കൗണ്ട് ആണ്, 2 സെയിൽസ് അക്കൗണ്ട് ആണ്. ക്യാഷ് എന്ന് പറയുന്നത് അസറ്റ് ആണ്, സെയിൽസ് എന്ന് പറയുന്നത് ഇൻകം ആണ്. ക്യാഷ് കൂടി, അസറ്റ് കൂടി, ഇൻക്രീസ്. സെയിൽസ് എന്ന് പറയുന്നത് ഇൻകം ആണ്, ഇൻകവും കൂടി, ഇൻക്രീസ്. അപ്പോൾ ഇങ്ങനെയാണ് ട്രാൻസാക്ഷനിൽ നമ്മൾ ആദ്യം അറിയേണ്ട ട്രാൻസാക്ഷൻ, അതിൻ്റെ എന്ത് അക്കൗണ്ടാണ് ഓപ്പൺ ആവുന്നത്, അത് കഴിഞ്ഞ് ഏത് ടൈപ്പ് അക്കൗണ്ടാണ്, അതിന് വരുന്ന മാറ്റം, കൂടുകയാണോ കുറയുകയാണോ, ഇൻക്രീസ് ഡിക്രീസ്. ഇത് ഇത്രയും അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഡെബിറ്റും ക്രെഡിറ്റും മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി നമുക്ക് ഡെബിറ്റ് ക്രെഡിറ്റ് എങ്ങനെയാണ് ഇതുവഴി ഇട്ട് കൊടുക്കാം, എങ്ങനെയാണ് ഡെബിറ്റും ക്രെഡിറ്റും ഐഡൻറ്റിഫൈ ചെയ്യുന്നതെന്ന് നോക്കാം.